DR1 ഓണം 3.0 എല്ലാവർക്കും GJVerse വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും GJVerse സ്വാഗതം. ഇന്ന് നമ്മൾ DR1 ആഘോഷിച്ച ഓണമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. DR1 ഫിറ്റ്നസിൻ്റെ ഒരു ഭാഗമായത് ഞാൻ വളരെ റീസെൻ്റ്ലിയാണ് അവരുമായിട്ട് ഇത്തവണ ബോൾഗാറ്റി പാലസ് വെച്ച് ഓണം ആഘോഷിക്കാൻ പറ്റി. കിട്ടിയില്ല ഒരു ഓണമായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഓണ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞാനവിടെ മോർണിംഗ് എത്തിയപ്പോഴത്തേക്കും തന്നെ ചെണ്ടമേളവും മാവേലിയും പുലികളിയും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കാക്കനാട് ജിമ്മിലുള്ള എൻ്റെ പേഴ്സണൽ ട്രെയിനറായിട്ടുള്ള അക്ഷയും ഞങ്ങളുടെ ടീമും എല്ലാവരും വടംവലിക്കായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു. വടമൊക്കെ റെഡിയാണ്. ടോസിംഗ് ആണ് ആദ്യം പരിപാടി. എത്രയോ നാളായിട്ടുള്ള കഠിനമായിട്ടുള്ള പരിശ്രമമായിരുന്നു ഞങ്ങളുടെ ടീം എന്നറിയോ. ഞാൻ ഡെയിലി ജിമ്മിൽ പോകുമ്പോൾ കാണാറുണ്ട് അവർ കഷ്ടപ്പെട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് നിൽക്കുന്നത്. സോ ഞങ്ങൾ വടംവലിക്കായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞ് ഞങ്ങളുടെ ടീം എല്ലാവരും നല്ല കാളക്കൂറ്റന്മാരെ പോലെ കരുത്തുള്ളവർ അവരിതാ വലിച്ച് തുടങ്ങിയിരിക്കുന്നു. പുറകോട്ട് പോകുമ്പോൾ ജയിക്കുന്ന ലോകത്തിലെ ഏക കളിയാണ് വടംവലി. നമുക്കറിയാം വടംവലിയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ ടീമിൻ്റെ ഒരു കോർഡിനേഷനിലാണുള്ളത്. ഞങ്ങളുടെ കാക്കനാട് ടീമിനെ റെപ്രസെൻറ്റ് ചെയ്ത് തുടങ്ങിയ എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ ശക്തിയിൽ ഒരേ താളത്തിൽ വലിച്ച് ഈ വടത്തിനെ ഞങ്ങളുടെ സൈഡിലേക്ക് എടുക്കുകയാണ്. എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ പവറിൽ വലിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ വളരെ ഈസി ആയിട്ട് ഈ വിജയം നമുക്ക് കൈവരിക്കാൻ പറ്റി. ഇതുപോലെ ഒരുപാട് വടംവലി മത്സരങ്ങൾ അന്നുണ്ടായിരുന്നു. അതൊരു ടൂർണമെൻറ്റ് പോലെയായിരുന്നു. അതിൽ ഞങ്ങൾക്ക് 3ാം സ്ഥാനമാണ് ലഭിച്ചത്. അതിനെ തുടർന്ന് ഞാൻ പിന്നെ അവിടെ എല്ലാം ചുറ്റി നടന്ന് കണ്ടു. സ്റ്റേജും കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ആങ്കറിങ്ങും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഉദ്ഘാടനത്തിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റേജിൽ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും സൈഡിലായിട്ട് മഴക്കോട് ഇങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ മഴയും സ്റ്റാർട്ട് ചെയ്തു. വടം വലിച്ച് തളർന്നു നിന്ന എല്ലാവർക്കും അതൊരു ആശ്വാസമായിരുന്നു. മാത്രമല്ല അവിടുത്തെ ചൂട് ഒന്ന് മാറി. പാരലലി നമ്മൾ ഉദ്ഘാടനം സ്റ്റാർട്ട് ചെയ്തു. വിഷ്ണുവും പാരൻസും, വിഷ്ണുവാണ് ഞങ്ങളുടെ ഓണർ, അദ്ദേഹവും പാരൻസും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അന്ന് തന്നെ DR1 ഫിറ്റ്നസിന്റെ പുതിയ ബ്രാഞ്ചിന്റെയും ഒരു വീഡിയോ പ്ലേ ചെയ്തിരുന്നു. ആക്ടർ സുധി കോപ്പെ അവിടെ വെച്ച് കാണാൻ സാധിച്ചു. അദ്ദേഹവും DR ഫാമിലി മെമ്പറാണ്. ഉദ്ഘാടനത്തിന് ശേഷം തിരുവാതിര സ്റ്റാർട്ട് ചെയ്തു. തിരുവാതിരയ്ക്കായിട്ട് നമ്മുടെ DR ഫാമിലിയുടെ തന്നെ കുറേ മെമ്പേഴ്സ് ചേർന്ന് നല്ല മനോഹരമായ ഒരു തിരുവാതിര കാഴ്ചവെച്ചു. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും മഴ ഒന്ന് തോർന്ന് ആകാശമൊക്കെ ഒന്ന് ക്ലിയർ ആയി. അടുത്തതായിട്ട് നടന്ന ഇവന്റ് എന്ന് പറഞ്ഞാൽ മലയാളി മംഗ കോമ്പറ്റീഷൻ ആയിരുന്നു. DR1 ഫിറ്റ്നസിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നുള്ള പല ഏജ് ഗ്രൂപ്പിലുള്ള ലേഡീസ് എല്ലാവരും ഒന്നിച്ച് ഒരേ ഒരു കോമ്പറ്റീഷന്റെ കീഴിൽ മത്സരിക്കുകയായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സിങ്ങുള്ള ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി. ഓരോരുത്തരും ഓരോ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലും ക്യാറ്റ് വാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റേജ് മുഴുവൻ എന്താ പറയുക ലേഡീസിനെ, സുന്ദരിമാരായ ലേഡീസിനെ കൊണ്ട് നിറഞ്ഞു. ഈ കോമ്പറ്റീഷൻ അനൗൺസ് ചെയ്തപ്പോൾ വളരെ കുറച്ച് പേരെ കോമ്പീറ്റ് ചെയ്യാനുണ്ടായിരുന്നെങ്കിലും വൺസ് ദ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് പേര് ഒരുപാട് ബ്രാഞ്ചുകൾ റെപ്രസെൻറ്റ് ചെയ്ത് വരാൻ തുടങ്ങി. അവസാനം ഞങ്ങളുടെ ബ്രാഞ്ചിൽ നിന്ന് 2 മെമ്പേഴ്സും ഉണ്ടായിരുന്നു. ഇൻഡിവിജ്വലായിട്ടുള്ള വാക്കിന് ശേഷം ഓരോരുത്തരായിട്ട് റിലേ പോലെ ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് വന്നുകൊണ്ടേയിരുന്നു. ആ സമയത്ത് തന്നെ പാരലലി ഞങ്ങളുടെ ഓഡിയൻസ് ഒക്കെ ഓരോരുത്തരായി വന്ന് ഫില്ലായി. ക്രൗഡൊക്കെ അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. മഴ മാറിയപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാർ വന്നും തുടങ്ങിയിരുന്നു. മലയാളി മംഗ കോമ്പറ്റീഷൻ കഴിഞ്ഞതോടുകൂടി അടുത്തതായിട്ട് പിന്നെ കേരള ശ്രീമാൻ്റെ കോമ്പറ്റീഷനാണ്. അതിനുവേണ്ടിയുള്ള ആൾക്കാർ റെഡിയാണ്. സ്ത്രീകൾക്ക് മലയാളി മംഗയാണെങ്കിൽ പുരുഷന്മാർക്ക് കേരള ശ്രീമാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ DR1 ഫിറ്റ്നസിൽ നിന്ന് ഒരുപാട് മെയിൽ കണ്ടസ്റ്റൻസ് പങ്കെടുത്തിരുന്നു. എല്ലാ ബ്രാഞ്ചസിൽ നിന്നും എല്ലാ ഏജ് ഗ്രൂപ്പ്സിൽ നിന്നുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഷർട്ട്സും കുർത്തകളും മുണ്ടും കൂളിംഗ് ഗ്ലാസുകളും ഷൂസും ഒക്കെ കാണാനായിട്ട് സാധിച്ചു. ഇതൊക്കെ ജഡ്ജ് ചെയ്യാനായിട്ട് മോഹൻലാലിൻ്റെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആയിട്ടുള്ള ലേഡി ഉണ്ടായിരുന്നു കേട്ടോ. സോ അവർക്കെല്ലാം ജഡ്ജ്മെൻ്റൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആക്കിക്കൊണ്ട് കേരള ശ്രീമാൻ കോമ്പറ്റീഷനും കഴിഞ്ഞു. ദെൻ ഞങ്ങൾക്ക് സദ്യയുടെ ടൈമാണ്. സദ്യ കഴിക്കാനായിട്ട് ഞങ്ങളെല്ലാം റെഡി ആയിരിക്കുന്നുണ്ട്. അക്ഷയ് എൻ്റെ അടുത്തുണ്ട്. സോ ഞങ്ങളുടെ സദ്യ അരിപ്പയാണ് 3 നേരമുള്ള സദ്യയും ഫുഡും ഒക്കെ പ്രൊവൈഡ് ചെയ്തത്. ബെസ്റ്റ് ക്വാളിറ്റി ഫുഡ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തത്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. സോ അതിനുശേഷം ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കണ്ട് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്ത് ഒന്ന് റെഡിയായി നിന്നു. അപ്പോഴേക്കും അടുത്ത കോമ്പറ്റീഷനായിട്ടുള്ള ലെമൺ ആൻഡ് സ്പൂണിനുള്ള സ്റ്റാർട്ടിംഗ് പരിപാടികളൊക്കെ റെഡിയായി. പങ്കെടുക്കാനായിട്ടും കാണാനായിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ ലെവൽ പരിപാടിയൊന്നുമില്ല. വാശിയും വീറുമോടുകൂടിയാണ് ഓരോ പെൺപുലികളും പെണ്ണുങ്ങളും മത്സരിച്ചുകൊണ്ടിരുന്നത്. പ്രായഭേദമന്യാണ് ഈ മത്സരം. എല്ലാവരും നല്ല കുടുകുടാ ഓടുന്നുണ്ട്, പെട്ടെന്ന് പോയി ഫിനിഷ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു ബ്രാഞ്ചസിനിടയിൽ. മത്സരിച്ചുകൊണ്ട് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ഒരു വാശിയും വിട്ടു കൊടുക്കാതെ നല്ല ഫുൾ എന്താ പറയുക ഗെയിം സ്പിരിറ്റോട് കൂടിയാണ് മത്സരിച്ച്. അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ചുറ്റും ഇഷ്ടം പോലെ ആൾക്കാരുമുണ്ട്. അവരവരുടെ ബ്രാഞ്ചിനെ സപ്പോർട്ട് ചെയ്ത് അവരെ കൈയടിച്ചും കൂക്കി വിളിച്ചും ഒക്കെ പ്രോത്സാഹിപ്പിച്ചും ചിലരെയൊക്കെ തളർത്തിയും വളരെ എന്താ പറയുക ഒരു എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പല റൗണ്ട്സ് ആയിട്ട് നടത്തിയിട്ട് ആ റൗണ്ട്സിൽ നിന്നൊക്കെ ഫസ്റ്റ് ആയവരെ ചേർത്തൊരു ഫൈനലും ആ ഫൈനൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഫൈനലിലെ വിജയിക്ക് നല്ലൊരു സമ്മാനമാണ് DR പ്രൊവൈഡ് ചെയ്തത്. അങ്ങനെ നിന്നപ്പോഴാണ് ശങ്കർ ഇന്ദുചൂടൻ, നമ്മുടെ നേരിലൊക്കെ അഭിനയിച്ച വില്ലനായിട്ടുള്ള ശങ്കർ ഇന്ദുചൂടനെ കാണാൻ പറ്റി. ദെൻ ജെൻസിൻ്റെ മത്സരം സ്റ്റാർട്ട് ചെയ്തു. പുള്ളി അതിൽ മത്സരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജെൻസിൻ്റെയും ലെമൺ ആൻഡ് സ്പൂൺ മത്സരം സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരുപാട് കണ്ടസ്റ്റൻസ് പല ബ്രാഞ്ചിലും റെപ്രസെൻറ്റ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്നു. വളരെ എന്താ പറയുക രസകരമായ കുറച്ച് വീറും വാശിയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ വഴക്കുകളും. പക്ഷേ അതൊക്കെ എന്താ പറയുക ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള പരിപാടിയല്ലേ.
അത് കഴിഞ്ഞ് നേരെ കസേര കളിയിലേക്ക് കടന്നു. മ്യൂസിക്കൽ ചെയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. സോ എല്ലാവരും പതുക്കെയൊക്കെയാണ് നടന്നത്. പിന്നെ ഗെയിം ഒന്ന് ആവേശം പിടിച്ചു വന്നപ്പോഴത്തേക്കും എല്ലാവരും മൂഡിലേക്കായി. എന്താ പറയുക, ഒരു ആവേശം എല്ലാവരിലേക്കും എത്തിക്കഴിഞ്ഞു. മത്സരം ഒരു ഘട്ടത്തിൽ പോലും എന്താ പറയുക, ഒരു തണുത്ത ഒരു അവസ്ഥയിലേക്ക് പോയില്ല. മഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരുപാട് ചെയർസ് കട്ട് ഡൗൺ ചെയ്തുകൊണ്ടിരുന്നു. സാധാരണ ഓരോ റൗണ്ട് കഴിയുന്നതോറും ഒരു ചെയറിലേ കട്ട് ചെയ്യും. ഇത് 4ഉം 5ഉം ചെയർസാണ് കട്ട് ചെയ്തിരുന്നത്. കാക്കനാടിനെ റെപ്രസെൻറ്റ് ചെയ്ത് 2-3 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. സോ ഞങ്ങളിങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി ഞങ്ങളുടെ ബ്രാഞ്ച് വിജയിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. സാരിയും ധാവണിയൊക്കെ പോലുള്ള ഇത്തരം വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് ഇവരൊക്കെ എങ്ങനെ ഇത്ര വാശിയോടുകൂടി അല്ലെങ്കിൽ എങ്ങനെ ഇത്ര കോൺസെൻട്രേഷനോടുകൂടി മത്സരിക്കുന്നത് ഞങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാലും എല്ലാ ബ്രാഞ്ചിലെ ആൾക്കാർ ചുറ്റും നിന്ന് വളരെയധികം എന്താ പറയുക അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ചെയേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നതോറും വാശി ഇങ്ങനെ കൂടി വരുമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓടുന്ന സ്പീഡും എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്ത് നടക്കുന്ന നടത്തവും എല്ലാം കാണുമ്പോഴത്തേക്ക് നമുക്കെന്തോ ഇവർ വലിയ ഒളിമ്പിക്സ് മത്സരമാണോ മത്സരിക്കുന്നതെന്ന് തോന്നും. പക്ഷേ അവരുടെ മനസ്സിൽ ഇതൊരു ഒളിമ്പിക്സാണ്, ഇതും അവരുടെ വാശിയുടെ ഒരു എന്താ പറയുക പാർട്ടാണ്. സോ ഏജ് ഒന്നും മൈൻഡ് ചെയ്യാതെ ചേച്ചിമാരും ഏജ് ഒന്നും മൈൻഡ് ചെയ്യാതെ കുട്ടികളും എല്ലാവരും മത്സരിക്കുകയാണ്. അവസാനം 3ലേക്ക് എത്തി. 3-ൽ നമ്മുടെ കാക്കനാടിൻ്റെ പോരാളിയുണ്ട്. ഈ ഫൈനൽ 2 കാണുമ്പോൾ തന്നെ അറിയാം 2 ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ തമ്മിലുള്ള മത്സരമാണ്. അതിൽ തന്നെ എന്താ ഒരു ഹാർമണിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എല്ലാ ഏജ് ഗ്രൂപ്പ്സും കൂടെ ഒന്നിച്ചുള്ള ഒരു എൻജോയ്മെൻറ്റും ആ ഒരു ഫ്രണ്ട്ഷിപ്പും ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. ശരിക്കും DR-CON ഒരു ഫാമിലി പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ദെൻ മെയിലിൻ്റെ അല്ലെങ്കിൽ ജെൻസിൻ്റെ കാറ്റഗറി മത്സരം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും മഴയായിരുന്നു. സോ ഞങ്ങൾ സ്റ്റേജിലേക്കാണ് നടത്തിയത്. ജെൻസിൻ്റെ കുറച്ചുകൂടെ ഒരു കോമഡിയും വീറും ഭാഷയൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ പയ്യന്മാരാകുമ്പോൾ കുറച്ചുകൂടെ ഇടിയും തള്ളുമൊക്കെ കാണും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇതാ ഇടിച്ച് മറിഞ്ഞ് വീണിട്ടാണെങ്കിലും പുള്ളി വിജയിക്കണം എന്നുള്ളൊരു വാശിയോടുകൂടിയാണ് മത്സരിച്ചത്. പിന്നെ എല്ലാവരും എന്താ പറയുക മൂവ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും കുറച്ച് ഫണ്ണിയൊക്കെ ആയിട്ട് ചെയ്ത് വളരെ എൻ്റർടൈനിങ് ആയിരുന്നു. സത്യം പറയാമല്ലോ, സ്റ്റേജിൽ ആദ്യമായിട്ടാണ് ഞാനൊരു മ്യൂസിക്കൽ ചെയർ സ്റ്റേജ് നടക്കുന്ന കാണുന്നത്. സ്റ്റേജിലായതുകൊണ്ട് തന്നെ എല്ലാ കാണികൾക്കും കുറച്ചും കൂടെ ആവശ്യം ഉണ്ടായിരുന്നു. മഴ പുറത്താണെങ്കിലും മഴയുടെ ശബ്ദത്തെ കവച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഓരോ ബ്രാഞ്ചുകളും അവരുടെ ടീം അംഗങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൈയടിച്ചും കൂക്കി വിളിച്ചും ഒക്കെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടില്ലേ, ചാടി വീണൊക്കെയാണ് ഇരിക്കുന്നത് ഓരോരുത്തർ. ഇത്തരം ഈ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേറെ ഒരിടത്തും നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. ഈ ഓണം എന്താ പറയുക വളരെ രസമായിട്ട് ആഘോഷിക്കാൻ പറ്റി. DR-CON ഇതിൽ പങ്കെടുത്തുകൊണ്ട് സ്വന്തം ശരീരമൊക്കെ കളഞ്ഞ് പുള്ളി കളിക്കുമായിരുന്നു. ആ നീല ഷർട്ട് അദ്ദേഹം തന്നെയാണ് കളി വിജയിച്ചതും. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചായയുടെ സമയമായി. ചായക്ക് വടയും പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇരുന്ന് ചായയും പഴംപൊരിയും എല്ലാം കഴിച്ചു. അതും അരിപ്പയുടെ വകയായിരുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ ഞാൻ പോയി അത്തപ്പൂക്കളങ്ങളെല്ലാം കണ്ടു. രാവിലെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഞാൻ എത്തിയപ്പോൾ ലേറ്റായി. സോ അത് കഴിഞ്ഞ് ഇനി വൈകുന്നേരം പരിപാടിയുണ്ട്, അതായത് സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട്. അതിനു മുമ്പ് ഞാൻ അവിടുത്തെ സറൗണ്ടിങ്സൊക്കെ ഒന്ന് നടന്ന് ഷൂട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഈ ബോൾഗാട്ടി പാലസ്. ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാലസിന് ഡാർക്ക്-CON ഫിറ്റ്നസിൻ്റെ ഗ്രൂപ്പുകാർ ചേർന്ന് കുറച്ചും കൂടി DR-CONൻ്റെ ടീം ചേർന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ സ്റ്റേജിലെ സോങ്സ് ആണ്, നമുക്ക് കേൾക്കാം. ശരിക്കും അവരുടെയൊക്കെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക, ഈ ജിമ്മിൽ പോയി ഡംബൽസ് എടുത്ത് പൊക്കുന്നത് മാത്രമല്ല, അവർക്ക് പാടാനും അതുപോലെ അവരുടേതായ ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ടാലൻസ് എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ ഇത്തരം ഒരു വേദി കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അടങ്ങിയിരുന്ന ക്രൗഡിനെ ഇളക്കി മറിക്കാനുള്ള ഒരുപാട് സോങ്സ് അവർ പാടി, വളരെ രസമായിരുന്നു. പാട്ടിന് ശേഷം ഡാൻസ് കോമ്പറ്റീഷൻ ആയിരുന്നു. ജഡ്ജ് ചെയ്യാനായിട്ട് എത്തിയത് ജീവയാണ്. നമ്മുടെ ടെലിവിഷൻ ഇൻഡസ്ട്രിയിലൂടെ ഫേമസ് ആയ ജീവയും ടീമും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ ബ്രാഞ്ചിനെയും റെപ്രസെൻറ്റ് ചെയ്ത് ഡാൻസ് കോമ്പറ്റീഷനിൽ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു എല്ലാവരെയും ഉണ്ടായിരുന്നത്. നമുക്ക് കാണാം. മലയാളം, തമിഴും ഹിന്ദിയും എല്ലാ ഭാഷയിലെയും പാട്ടുകൾ വെച്ചിട്ടുള്ള കിടിലൻ ഡാൻസുകളുണ്ടായിരുന്നു. കോമ്പറ്റീഷൻ്റെ ഭാഗമല്ലാതെ ഒരു കപ്പിളിൻ്റെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഡാൻസും ഉണ്ടായിരുന്നു. തങ്ങളുടെ ടാലൻസ് എക്സ്പ്രസ് ചെയ്യാനും കഴിവ് എക്സ്പ്രസ് ചെയ്യാനും ഏജ് ഒന്നും ഒരിക്കലും ഒരു തടസ്സമല്ലാന്ന് തെളിയിച്ചുകൊണ്ട് വളരെ വളരെ രസകരമായിട്ട് അവർ ആ പ്രോഗ്രാം ചെയ്തു. ഓരോ ബ്രാഞ്ചിനെയും റെപ്രസെൻറ്റ് ചെയ്ത് ഡാൻസ് മെമ്പേഴ്സ് വന്ന് ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും ജീവയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിന്നീട് മറ്റൊരു ടീം മെമ്പറും ഒക്കെ ചേർന്ന് വളരെ എന്താ പറയുക കോൺസെൻട്രേഷനോടുകൂടിയാണ് ഈ ജഡ്ജിങ് പ്രോസസ്സൊക്കെ ഉള്ളത്. അവർക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടായി കാണും. കാരണം എല്ലാവരും ഈക്വലി എന്താ പറയുക ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ആവേശത്തിലെ രംഗണ്ണയുടെ ഡാൻസൊക്കെ ഒരുപാട് എന്താ പറയുക ഭയങ്കര ക്രൗഡിനെ ഇളക്കി മറിച്ച് ഭയങ്കര രസമായിരുന്നു. എല്ലാ ബ്രാഞ്ചസിൽ നിന്നുള്ള ടീംസിൽ നിന്ന് ഒരുപാട് നാളത്തെ എഫേർട്ടൊക്കെ നമ്മുടെ ജഡ്ജസിൻ്റെ മുമ്പിൽ അവർ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
വളരെ രസമുള്ള കോസ്റ്റ്യൂംസുമായിട്ട് മാരിവില്യൻ ഗോപുരങ്ങളുമായിട്ടൊരു ടീം വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയും പെർഫോമൻസ് നല്ല രസമായിരുന്നു. ഡാൻസ് പെർഫോമൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പാരലലി സഞ്ജു ശിവറാമിൻ്റെയും പ്രശാന്ത് അലക്സാണ്ടറിൻ്റെ എൻട്രി ഉണ്ടായിരുന്നു. അവരും DR-Con ഫാമിലിയുടെ മെമ്പേഴ്സാണ്. അവരൊക്കെ അവരുടെ തിരക്കൊക്കെ മാറ്റിവെച്ച് ഈ ഒരു പരിപാടിയിൽ ഒപ്പം പങ്കെടുക്കാനായിട്ട് തങ്ങളുടെ ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുകയാണ്. ചെറിയ LED ക്യാൻഡിൽസ് ഒക്കെ വെച്ച് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. കോസ്റ്റ്യൂംസിൻ്റെ കാര്യത്തിലൊന്നും ഒരു ടീമും വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര തിളക്കവും കാര്യങ്ങളൊക്കെ ഉള്ള ക്രൗഡിനെയൊക്കെ ഇളക്കി മറിക്കാൻ പറ്റിയ സ്റ്റെപ്സും ഒക്കെ ആയിട്ട് ടീംസ് എല്ലാം വളരെ വാശിയിലായിരുന്നു. ഇടയ്ക്ക് പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കണ്ടംപററി കൈൻഡ് ഓഫ് ഡാൻസും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡബ്സിയുടെ സ്വന്തം ഇല്ലൂമിനാറ്റിയും കൊണ്ടൊരു ടീം വന്നിട്ടുണ്ടായിരുന്നു. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു അവരുടെയും. ഡാൻസിനിടയ്ക്ക് മന്മദ്രാസ ഗാനമായിട്ടൊരു പാട്ടുകാരി വന്ന് പാടിയിട്ടുണ്ടായിരുന്നു. പെർഫോം ചെയ്യാൻ എത്തുന്ന ഓരോ ആൾക്കാരും ഫുൾ എനർജിയിലായിരുന്നു. സൂപ്പർബായിരുന്നു. ഞങ്ങളുടെ കാക്കനാട് ബ്രാഞ്ചിൻ്റെ കോച്ചസ് എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു ഇത്. ഇതിനകത്ത് എൻ്റെ പേഴ്സണൽ ട്രെയിനർ ആയിട്ടുള്ള അക്ഷയും പങ്കെടുത്തിട്ടുണ്ട്. സൂപ്പർബായിട്ട് ക്രൗഡിനെ എല്ലാവരെയും ഇളക്കി മറിച്ചുകൊണ്ടുള്ളൊരു എൻ്റർടൈനിങ് പെർഫോമൻസ് ആയിരുന്നു അവർ കാഴ്ചവെച്ചത്. സത്യം പറയാമല്ലോ, ഈ ഓണം ഇത്രയും ഒരു മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഫിലിം അവാർഡ് ഷോസിലൊക്കെ കാണുന്ന പോലെ ഇത്തരം സ്റ്റേജ് പരിപാടികളൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല. ഇത്രയും എൻ്റർടൈനിങ് ആയിട്ടും ഇത്രയും ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പരിപാടി അവർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ അവർ എല്ലാ മെമ്പേഴ്സിനെയും സ്വന്തം ഫാമിലിയെ പോലെ വളരെ കോർട്ടിയസ് ആയിട്ട് ഓരോ ആൾക്കാരെയും തോളിൽ കൈയിട്ട് കൂടെ നിർത്തുന്നതോടാണ് ഈ പരിപാടികളെല്ലാം ഇത്രയധികം ആൾക്കാരെ സിനിമാ താരങ്ങളെല്ലാം അവരുടെ തിരക്ക് പോലും മാറ്റിവെച്ചാണ് പങ്കെടുത്തിരിക്കുന്നത്. സോ DR-Con ഫിറ്റ്നസ്, താങ്ക് യു ഫോർ DR ഓണം 3.0. 4.0 കട്ട വെയിറ്റിംഗ് ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJ Verse ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ GJ സൈനിങ് ഓഫ്. ഹാപ്പി ഓണം.